ലച്ചുമോളെ, അമ്പിളി, അമ്മാവനെ വിളിച്ചോ അമ്പിളി? ഇല്ല രഘുവേട്ടാ, അച്ഛൻ കഴിക്കാൻ സമയമാകുമ്പോ ഇറങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാ ഞാൻ. ഇനിയും വരാത്ത സ്ഥിതിക്ക് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. നീ ചെന്ന് വിളിച്ചേ. രഘുവേട്ടൻ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് അച്ഛനോട് സംസാരിക്കാം. ശരി, വാ. അച്ഛൻ അച്ഛ ഇതെന്താ അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്കിനി നിങ്ങളുടെ ആഹാരം വേണ്ട. അതെന്താ അമ്മ? ഞങ്ങൾ എന്ത് തെറ്റാ അമ്മാവനോട് ചെയ്തേ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറ്റൂ രഘു നിനക്ക്? സത്യം ചെയ്തു കൊടുക്ക് രഘുവേട്ടാ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും രഘുവേട്ടൻ അച്ഛനോട് ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. മനസ്സറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം പോലും പൊറുക്കും. ദൈവം പൊറുക്കുന്നതല്ല അമ്പിളി, കാത്തു വെക്കുന്നതാ ഒരുമിച്ച് ശിക്ഷ തരാൻ. എനിക്കൊന്നേ നിങ്ങളോട് രണ്ടുപേരോടും പറയാനുള്ളൂ. ഞാൻ ഇത്രയും കാലം ജീവിച്ചതും ഈ കുടുംബം ഉണ്ടാക്കിയതും തികച്ചും സത്യസന്ധമായ മാർഗത്തിലൂടെ. അർഹതയില്ലാത്തതൊന്നും ഞാനിതുവരെ ആരുടെയും കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുമില്ല. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ കൂടെ എന്റെ കുടുംബത്തിൽ ജീവിക്കുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ കൂടെയുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാനും കൂടി കൂട്ടു നിൽക്കുന്നതിന് തുല്യമായി മാറും അത്. അപ്പോ ഞങ്ങൾ തെറ്റുകാരാണെന്ന് അമ്മാവൻ പൂർണ്ണമായി വിശ്വസിക്കാമല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിച്ചു പോയി രഘു. പല കാരണങ്ങൾ കൊണ്ടും എന്റെ മനസ്സതിൽ ഉറച്ചുപോയി.